ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. തിയേറ്ററുകളിൽ 45 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇന്നത്തെ സിനിമയുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് പുറത്തു വരുമ്പോൾ ഇന്നലെ ഇതേ സമയം 7 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് 9 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ്. ഇന്ന് മഞ്ഞുമൽ ബോയ്സ് തെലുഗു ഭാഷയിൽ ഏപ്രിൽ 6-ാം തീയതി തെലുഗു സംസ്ഥാനത്തെ തിയേറ്ററുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ വൈഡ് റിലീസ് ലഭ്യമായ സിനിമയ്ക്ക് ഇന്നലെ പ്രീമിയർ ഷോസ് ഉണ്ടായിരുന്നു. ഒപ്പം ഇന്ന് റെഗുലർ ഷോസിലെ മികച്ച അഭിപ്രായങ്ങളോടൊപ്പം തന്നെ വമ്പൻ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. 1 കോടിയെല്ലാം തന്നെ അവിടെ കളക്ഷൻ പ്രതീക്ഷിക്കാമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ. ഇന്നത്തോടെ 125 കോടി രൂപയ്ക്ക് മുകളിൽ മഞ്ഞുമൽ ബോയ്സ് വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തെലുഗു ഭാഷയിൽ കൂടി വമ്പൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ ഇതേ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഫൈനൽ കളക്ഷൻ ഫിഗേഴ്സ് എത്ര വരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തു. പ്രേമലു എന്ന സിനിമയ്ക്ക് ഇന്ന് കേരള ബോക്സ് ഓഫീസിലെ മഞ്ഞുമൽ ബോയ്സിന്റെ അതേ ട്രെൻഡ് തന്നെയാണ്. ഇന്നലെ ഇതേ സമയം 7 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിന് മുകളിലാണ് പ്രേമലു കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. കേരളത്തിൽ നിന്നും 62 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 135 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഇന്ന് സിനിമയുടെ 58ാമത്തെ ദിവസമാണ് തിയേറ്ററുകളിൽ എന്നും കൂടി പ്രത്യേകം എടുത്തു പറയട്ടെ. കാത്തിരിക്കുക, 60 ദിവസങ്ങൾ കടക്കുന്ന പ്രേമലുവിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം. ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ക്രൂ ഒരാഴ്ച മുന്നേ ആയിരുന്നുവല്ലോ റിലീസ് ചെയ്തത്. സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 8 ദിവസങ്ങൾ കൊണ്ട് 94 കോടി 58 ലക്ഷത്തിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ 100 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ ബോളിവുഡിൽ ഈ വർഷത്തിലെ അടുത്തൊരു 100 കോടി സിനിമയായിട്ട് മാറുകയാണ്. അതേസമയം തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഇന്നത്തോടെ ഒരു സിനിമ 100 കോടി കളക്ഷനിലേക്ക് എത്തുകയാണ്. ടോളിവുഡിലെ അടുത്ത 100 കോടിയിലേക്ക് ഒരുങ്ങുന്ന സിനിമ ടില്ലു സ്ക്വയർ എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ 8 ദിവസങ്ങൾ കൊണ്ട് 96 കോടി 60 ലക്ഷത്തിലേക്ക് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ 100 കോടി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനും കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. മാർച്ച് 29-നാണല്ലോ ടില്ലു സ്ക്വയറും ക്രൂവും തിയേറ്ററുകളിലേക്ക് എത്തിയത്. മാർച്ച് 28-നാണല്ലോ ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസത്തെ 9ാം ദിവസത്തെ കളക്ഷനോടെ ആടുജീവിതം വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടി കടന്നിരിക്കുകയാണ്. ഇന്നത്തെ 9ാം ദിവസത്തെ കളക്ഷനോടെ ക്രൂ ആണെങ്കിലും ഒപ്പം തന്നെ ടില്ലു സ്ക്വയർ ആണെങ്കിലും 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ഗ്രോസ് കളക്ഷൻ കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 3 സിനിമകളും ഒരേ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളാണ്. 3 സിനിമകളും വിവിധ ഭാഷകളിൽ നിന്നുള്ള സിനിമകളാണ്. ഒപ്പം തന്നെ 3 സിനിമകളും 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തത് ഒരു ദിവസം, അതായത് 9 ദിവസങ്ങൾ കൊണ്ടാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ അത്യപൂർവങ്ങളിൽ ഒന്നായിട്ടായിരിക്കും ഇങ്ങനൊരു നേട്ടം 3 സിനിമകൾ നേടിയെടുക്കുന്നത്. അതിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ ദി ഗോട്ട് ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഈ 3 സിനിമകളിലെ എന്റർടൈനർ എന്ന് ഒരിക്കലും പറയാനാവാത്ത സിനിമയാണ് ദി ഗോട്ട് ലൈഫ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ കൂടി ഈ 9 ദിവസങ്ങൾ കൊണ്ട് 100 കോടി കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവൽ കളക്ഷൻ എന്ന് നിസ്സംശയം പറയാം. കാത്തിരിക്കൂ, കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ടാം.